ഹലോ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ചെമ്മീൻ റോസ്റ്റ് ആട്ടോ. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ചെമ്മീനിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനു വേണ്ടി ചെമ്മീനിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പിന്റെ നീര് ഇത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഇത് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട, ഒരുവിധം പാകത്തിന് നമുക്ക് വറുത്തെടുക്കാം. ഞാനിവിടെ ചെമ്മീൻ ഓരോ ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. ചെമ്മീൻ റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ആ എണ്ണയിൽ തന്നെ മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എണ്ണ കുറവായതുകൊണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. ഞാൻ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ വീഡിയോയിൽ ഞാനത് എടുക്കാൻ വിട്ടുപോയി. ചെറിയ ഉള്ളി പാകത്തിന് റെഡിയായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ നേരത്തെ വറുത്തെടുത്ത ചെമ്മീൻ ഇവിടെ സെറ്റാക്കി ഞാനൊരു ബൗളിലിട്ട് വച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള പൊടികളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ക്രഷ്ഡ് ചില്ലി ഉണ്ടെങ്കിൽ അതിട്ടാൽ ഇതിലും നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇനി ഈ പൊടികളെല്ലാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ഒരു കൊടംപുളി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ലാസ്റ്റ് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നോക്കട്ടോ. എന്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം ഇനി പുതിയൊരു റെസിപ്പിയായി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.